ആതിര എല്ലാവരും വയസ്സായി കഴിഞ്ഞിട്ട് പോകുന്നൊരു സ്ഥലമാണ് കാശി എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ കാരണവന്മാരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ പറഞ്ഞിട്ടില്ലേ കാശിക്ക് പോണം എന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു ഇത് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രായത്തിനുള്ളിൽ ആതിര കാശിയിലും കൂടെ പോയിട്ട് വന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു കാശി? ചിത്ര പറഞ്ഞതുപോലെ ഞാനും ചെറുപ്പത്തിൽ ഈ കാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം റിലേറ്റ് ചെയ്ത് എന്നാൽ നമ്മുടെ ലൈഫൊക്കെ അത്യാവശ്യം ആസ്വദിച്ച് കഴിഞ്ഞു, ഈ കാശിയിൽ പോയി അവിടെ ജീവിക്കാം. കാരണം എനിക്ക് തോന്നുന്നത് മരണവുമായി റിലേറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും കാശി നമ്മൾ പറയുന്നത്. ഈ ശിവനെ റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഈ മാംസം പച്ചയ്ക്ക് കഴിക്കുന്ന അഘോരിമാരുടെ സ്ഥലം, ഇങ്ങനെയാണ് എൻ്റെ മൈൻഡിലും കാശി ഉണ്ടായിരുന്ന കാശിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പോൾ അതിലും പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് ഒരുപാട് ആൾക്കാർ കാശിയിൽ പോയി എക്സ്പീരിയൻസ് സ്റ്റോറിയൊക്കെ കേട്ടിട്ടുണ്ട്. അതിനകത്തിലും ഒരു പ്രത്യേക അനുഭവം എന്ന രീതിയിൽ, കാരണം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അങ്ങനെ ഒരു പ്ലേസ് അല്ല കാശി എന്ന് പറയുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. സാധാരണ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്താണെങ്കിൽ അവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം നമ്മൾ ഇങ്ങനെ വിചാരിക്കും, ഇവിടെ പോകണം, ആ പാലസിൽ പോകണം, ആ ലേക്കിൽ പോകണം, അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടൊരു ഫാക്ടർ എന്ന് പറയുന്നത് കാശി അങ്ങനെ ഒരു സ്ഥലമല്ല. നമ്മൾ സ്വന്തമായി പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റിയില്ലെങ്കിലും കാശിയിലേക്കെങ്കിലും ഒരിക്കൽ പോയി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ജീവിതം നിങ്ങൾ പഠിക്കും എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അത് ശരിക്കും സത്യമാണ്. ഞാൻ 2 ദിവസത്തേക്കാണ് ബനാറസിലേക്ക് പോകുന്നത്, കാശിയിലേക്ക് പോകുന്നത്. അതും ഡൽഹിയിൽ നിന്നായിരുന്നു പോകുന്നത്. അതിന് മുൻപ് രാജസ്ഥാനിലായിരുന്നു. രാജസ്ഥാനിൽ നിന്ന് ഡൽഹിയിൽ എത്തിയിട്ട് പെട്ടെന്നാണ് പോകുന്നത്, കാരണം സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തിലാണ് പോകുന്നത്. നോർത്ത് ഇന്ത്യൻ യാത്രകളെ പറ്റിയിട്ട് പലരും പറഞ്ഞ പോലെ തന്നെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് അത്ര അങ്ങ് ഓക്കെ ആവുന്നൊരു യാത്രയല്ല. കേരളത്തിൽ യാത്ര ചെയ്ത ആൾക്കാർ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ വളരെ പാടാണ് ശരിക്കും. കാരണം ഭാഷ വളരെ പ്രശ്നമാണ്. അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കും ഹിന്ദി, ഇംഗ്ലീഷ് ഒന്നും അവിടെ ഒരു കാര്യവുമില്ല. പലരും ലോക്കൽ ലാംഗ്വേജസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ രാത്രിയിലാണ് പോകുന്നത്. എനിക്ക് പോകുന്ന സമയം തൊട്ടൊരു മിസ്റ്ററിയാണ് കാശി എന്ന് പറയുന്നത്. എനിക്ക് കാശിയെ പറ്റിയിട്ട് ആകെ കാശി വിശ്വനാഥ ക്ഷേത്രം അറിയാം, പിന്നെ ഗംഗാരതി, പിന്നെ ഈ പറയുന്ന നമ്മൾ പല റീലുകളിനകത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ് മണികർണിക ഘട്ടം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ പറയുന്ന രീതിയിൽ കത്തിക്കുന്നത്, മൃതദേഹങ്ങളൊക്കെ കത്തിക്കുന്ന സ്ഥലം. ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളെ ഒരു ഐഡിയ മാത്രമുണ്ട്. ഇതൊക്കെ എവിടെയാണെന്ന് പോലും ഒരു ഐഡിയ ഇല്ല. അടുത്തടുത്താണെന്നറിയാം. അങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ തന്നെ ന്യൂഡൽഹിയിൽ നിന്നാണ് ഞാൻ പോകുന്നത്. ഒരു 10-16 പ്ലാറ്റ്ഫോം ഉള്ള ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. ട്രെയിൻ വരുന്നത് 13-ലാണ്. വന്നിട്ട് അവിടെ തൊട്ട് ഞാനൊരാളോട് ബനാറസിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ ഇതാണോ ട്രെയിൻ എന്ന് ചോദിക്കുമ്പോൾ അവരെന്നോട് തിരിച്ച് മറാഠി അല്ലെങ്കിൽ മാർവാടി ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിവിടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കും, ഇവിടെ ഒരു മനുഷ്യനില്ല. ട്രെയിൻ അപ്പോൾ കാലിയായിരിക്കും, നന്നായിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞു 13-ാമത്തേനാണ് നിൽക്കുന്നത്. അല്ല, ഞാൻ 16-ലാണ് നിൽക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഒരു ട്രെയിൻ വന്ന് അവിടെ നിൽക്കുന്നു. പോയി ലേഡീസ് കോച്ചിലാണ് കയറുന്നത്. കയറുമ്പോൾ തൊട്ട് നമ്മൾ സാധാരണ ലേഡീസ് കോച്ച് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര സെക്യൂർ ആയിരിക്കും. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭാണ്ഡക്കെട്ടുകളും ഡ്രമ്മുകളും അതുപോലെ 3-4 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ കയറുന്നത്. ഇവരോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാനൊരു 4-5 മണിക്കൂർ ഒരു ഡ്രമ്മ് മാതിരിയുള്ള ഒരു സാധനത്തിന് മുകളിലാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് ചാരി ഇരിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. കാരണം ഇവർ പരസ്പരം അടി ഉണ്ടാകുന്നുണ്ട്, ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ 4-5 മണിക്കൂർ ഞാൻ ഇങ്ങനെ ഇരിക്കുക. എനിക്ക് ലൈഫിൽ ഞാൻ അങ്ങനെ ഇരുന്ന് പോകുന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ 13 മണിക്കൂറോളം ഉണ്ടായിരുന്നു യാത്ര ബനാറസിലേക്ക്. അതിനുശേഷം മുകളിൽ കയറുന്നു. പിന്നെ ബനാറസ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് തിരിച്ച് സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് പോയി. ഞാൻ അത്രയും നേരം ഉറങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ ഒരു പ്രോപ്പർ ഉറക്കം കിട്ടിയിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പൊതുവെ ഒരു 5 മിനിറ്റെങ്കിലും ഉറങ്ങില്ല, ഇവർ ഉറങ്ങുന്നതേ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ബനാറസിലേക്ക് വന്നിറങ്ങുന്നതും. അതിനുശേഷം കാശിയിലേക്ക് ആദ്യം ഡെസ്റ്റിനേഷൻ ഫസ്റ്റ് ഒന്ന് കുളിച്ചു റെഡിയായി. അതിനുശേഷം നേരെ കാശി കാലഭൈരവ ടെമ്പിളിലേക്കാണ് ഞാൻ പോകുന്നത്. നടന്നു പോകുന്ന ഒരു സമയത്ത്, കാരണം തലേദിവസം ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അന്ന് രാവിലെയും ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഇങ്ങനെ പോയി കാലഭൈരവ. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ശിവരാത്രി ആയിരുന്നു. ശിവരാത്രി സമയത്ത് കാശിക്ക് മറ്റൊരു മുഖം തന്നെയാണ്. അത് നമ്മൾ പോയി, ഞാനത് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് പോകണം അങ്ങനൊന്നും പോയതൊന്നുമല്ല. എനിക്ക് വാരണാസിയിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയതാണ്. യാദർശികമായി അത് ശിവരാത്രി ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
തലേദിവസം പ്രത്യേക പൂജകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ കാലഭൈരവ ടെമ്പിളിലേക്ക് പോവാണ്. ടെമ്പിളിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് അത്യാവശ്യം വലിയൊരു വഴി കൂടാണ് ഇതിൻ്റെ അകത്തേക്ക് പോകുന്നത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ ഇത്, കാരണം കുറച്ച് ആൾക്കാർ നിൽക്കുന്നു, കയറി പോകുന്നു. പിന്നാണ് മനസ്സിലായത് ഇതിൻ്റെ അകത്തേക്ക് ഒരുപാട് ചെറിയ ഘട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ കലി മാതിരിയുള്ള ചെറിയ വഴികളാണ്, ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുന്ന വഴികൾ. ഇത് വഴി ഇങ്ങനെ വളഞ്ഞൊരു പാമ്പിനെ പോലെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് അമ്പലത്തിലേക്ക് പോകാൻ. എന്നിട്ട് അതിനകത്ത് തന്നെ ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ക്യൂ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് പെട്ടെന്ന് മൂവ് ചെയ്യും. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അകത്ത് കയറാൻ പറ്റി. അതൊരു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേക ശിവനാണ്. കാലഭൈരവ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു നല്ലൊരു ഭംഗിയാണ് കാണാൻ. ഒരു വീര്യമൊക്കെ ഉള്ള ഒരു മഹാദേവന്റെ മറ്റൊരു രൂപം. അതാണ് വലിയൊരു ക്ഷേത്രം, ഇവിടെ സാധാരണ കാണാത്തൊരു രൂപം. അതെ, ശിവലിംഗങ്ങളുടെ അപ്പുറത്തേക്കും ഒരു കൊമ്പൻ മീശയൊക്കെ ആയിട്ടൊരു ഭൈരവ രൂപമാണത്. അവിടെ നിന്നിറങ്ങി നേരെ കാശി വിശ്വനാഥ ടെമ്പിളിലേക്കാണ് പോകുന്നത്. കാശി വിശ്വനാഥ ടെമ്പിൾ എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന ഗേറ്റ് എന്ന് പറയുന്നത് 4 ഗേറ്റുകളുണ്ട്. ആദ്യത്തെ ഗേറ്റാണ് നമ്മൾ പൊതുവെ കാണുന്നത്, ഈ മെയിൻ റോഡിന് നേരെയുള്ള ഗേറ്റാണ് ആദ്യത്തെ ഗേറ്റ്. ബാക്കിയുള്ള 3 ഗേറ്റും ഈ പറയുന്ന ഘട്ടുകളുടെ അകത്താണ്. അതും ഈ പറയുന്ന ചെറിയ വഴികളുടെ അകത്തൂടെയാണ് ഈ പറയുന്ന ക്യൂകളൊക്കെ പോകുന്നത്. അങ്ങനെ അന്നപൂർണ ക്ഷേത്രത്തിൽ അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്, അന്നപൂർണ ക്ഷേത്രത്തിൽ പോയി ദേവിയെ കണ്ടതിന് ശേഷം കാശിയിലേക്ക് പോവുക. ഇത് രണ്ടും അടുത്തടുത്താണുള്ളത്. ഇവിടെ അന്നപൂർണ ക്ഷേത്രമാണെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്താണ് കാശി വിശ്വനാഥ ടെമ്പിൾ എന്ന് പറയുന്നത്. അതിന്റെ ഇടയിൽ ഒരു ചെറിയ നാരോ വഴി മാത്രമേ ഉള്ളൂ. അങ്ങനെ അന്നപൂർണയിൽ പോയി, അവിടെയും വൻ തിരക്കാണ്. ശിവരാത്രിയുമായി അനുബന്ധിച്ച് പല സ്ഥലങ്ങളിൽ നിന്നാണ്, ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു, പല സ്ഥലങ്ങളിൽ നിന്നായിരുന്നു ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ കയറിയതിനു ശേഷം അടുത്തത് കാശി വിശ്വനാഥ ടെമ്പിളിലേക്ക് കയറുന്ന സമയത്ത് അവിടെയും ഒരു എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക അനുഭവമാണ്. ശിവലിംഗം ഇരിക്കുകയാണ്. ശിവലിംഗം 4 സൈഡിൽ നിന്ന് ഓപ്പണിങ്സ് ഉണ്ട്. ഈ ധാര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തില് വലിയൊരു ക്ഷേത്രമാണ്. അതിനകത്തിൽ ആ ശിവലിംഗം ആ ഒരു ക്ഷേത്രത്തിന്റെ നടുക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അതൊരു ഒരിക്കലെങ്കിലും നിങ്ങളൊക്കെ പോയി അതൊന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരു ഫാക്ടറാണ്. മിക്ക സ്ഥലങ്ങളിലേക്കും പോകുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രത്യേക, അല്ലെങ്കിൽ എനിക്കാണെങ്കിലും ഒന്ന് ക്യാപ്ചർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പോകുന്ന വഴികളാണെങ്കിലും അത് ക്യാപ്ചർ ചെയ്യണം. പക്ഷെ വാരണാസിയിൽ എനിക്ക് നടന്നില്ല. പലരും ചോദിക്കുന്നുണ്ട്, വാരണാസിയെ സംബന്ധിച്ച് ഞാൻ ആകെ എടുത്തത് ഗംഗാരതിയുടെ മാത്രമായിരിക്കും. വേറെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടും ഞാൻ ക്യാപ്ചർ ചെയ്യുന്ന പോലും ഉണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാണ് അത് പറ്റാതിരുന്നതെന്ന് എനിക്കറിയില്ല. അവസരങ്ങളുണ്ടായിരുന്നു. കാശി വിശ്വനാഥ ടെമ്പിളിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന മൊബൈൽസ് ഒന്നും അലൗഡ് ചെയ്യാത്തത്. ബാക്കി എല്ലായിടത്തും നമുക്ക് മൊബൈൽ ഫോൺസ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ ആ ഒരു ക്യാപ്ചറിങ് ഒന്നും നടന്നില്ല. പിന്നീട് ഈ പറയുന്ന ഒഴുകിപ്പോയത് കൊണ്ടാണോ അവിടെ ആ ഒരു സ്ഥലവുമായിട്ട് പ്രത്യേക അന്തരീക്ഷമാണ്. ഞാൻ ആകെ ഫുഡ് കഴിക്കുന്നത് പിന്നെ ഈ അന്നപൂർണ ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചയ്ക്കുള്ള കഴിക്കുന്ന ഫുഡാണ്. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കഴിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡും അവിടെ നിന്നാണ്. സാധാരണ ബാക്കിയുള്ളിടത്തു നിന്നൊക്കെ ഇത് വളരെ വില കൂടിയ റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ പോലും അത്രയും ഒരു ടേസ്റ്റ് നല്ല ആഹാരമാണ് ഈ പറയുന്ന. പ്രസാദമായിട്ടാണ് എന്ന് വെച്ചാൽ അന്നപൂർണ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും നമുക്ക് ചെന്നാൽ അന്ന കിട്ടും. രാവിലെ ചെന്നാൽ കിട്ടും, വൈകുന്നേരം ചെന്നാൽ കിട്ടും, രാത്രി 11 മണി 12 മണി വരെ അവിടെ ഫുഡുണ്ട്. അതാണ് പ്രത്യേകത. ഇവരിങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. അതിനകത്തിൽ അവിടെ ആർക്കും ഒരു ഡിലേ ഇല്ല. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഡിലേ അല്ലേ, കൊടുക്കുന്നതിൽ ഒരു ഡിലേ പോലും ഇല്ല. 2ാമത് 3ാമത് നമുക്ക് കൊണ്ട് തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് എന്ന് വെച്ചാൽ ചോറാണ് നമ്മളിവിടെ കഴിക്കുന്ന ചോറ്, അങ്ങനെയുള്ള ഫുഡുകളാണ് കൊടുക്കുന്നത്. അതിനുശേഷം പിന്നീട് എല്ലാവരുടെയും സ്വപ്നമായിട്ടുള്ള ഗംഗാരതിയിലേക്കാണ് പോകുന്നത്. ഗംഗാരതിയുടെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ ആരതിയുണ്ട്, വൈകുന്നേരം ആരതിയുണ്ട്. വൈകുന്നേരം ഒരു 6:30 സ്റ്റാർട്ട് ചെയ്ത 7:30 വരെയാണ് ഈ ഗംഗാരതി ഉള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗംഗാരതി സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ചുറ്റിനും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് ഒരു അർപ്പണം പോലെ തന്നെ അർപ്പിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന എല്ലാവരുടെയും കണ്ണുകളിൽ ഈ പറയുന്ന ഒരു പ്രാർത്ഥന, ആ ഒരു ഫീലാണ്. 2 ഘട്ടുകളിലായിട്ട് ആദ്യം ഒരു ഘട്ടുകളാണ് ഈ പറയുന്ന ആരതി തുടങ്ങുന്നത്. അതിനുശേഷം കുറച്ച് ശേഷമാണ് അടുത്തടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ആരതി പൊക്കോണ്ടിരിക്കുന്നത്. അതൊരു നീണ്ട ഒരു മണിക്കൂറത്തെ ആരതിയാണെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരു പ്രാർത്ഥനകളുണ്ട്, ഇവരുടെ തന്നെ ഒരു രീതികളുണ്ട്. ഇതൊക്കെ കണ്ട് നമുക്കൊരു മടുപ്പ് തോന്നില്ല. അതാണ്. അതിന് ശേഷമാണ് ഓരോ ഘട്ടുകളിലേക്ക് 10-21 ഘട്ടുകളുണ്ട്. എല്ലാത്തിനകത്തിലും നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കാശിയിൽ പോയി കുറച്ച് അഘോരിമാരെ കാണണം. അതേപോലെ തന്നെ നമുക്ക് കണ്ട് ശീലിച്ച കുറെ മാംസം കഴിക്കുന്ന അഘോരിമാര്, ഇവരെയൊക്കെ കാണണമെങ്കിൽ നമ്മൾ പൊതുവെ കാശിയുടെ ഇടങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല.
ഇവരെ നമുക്ക് പൊതുസ്ഥലത്ത് കാണാൻ ഒരുപാട് സന്യാസിമാരെയൊക്കെ കാണാൻ പറ്റും, പക്ഷേ ഈ അഘോരിമാരെ നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ മാംസം കഴിക്കുന്ന ആൾക്കാർ ഈ ശിവരാത്രി ദിവസമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്, ശിവരാത്രി ദിവസം ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻപിലോ അല്ലെങ്കിൽ തെരുവുകളിലോ ഒന്നും ഇവരെ കാണാൻ പറ്റില്ല. ഇവരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ചില രീതിയുണ്ട്, വളരെ സൈലന്റ് ആയിട്ടുള്ള ഘട്ടുകളുണ്ട് ഈ വാരണാസിന്ന്. നമ്മൾ പോകുന്ന സമയത്ത് വിചാരിക്കും വളരെ ഈ പൊല്യൂഷനാണ്, കാരണം അത്രയും ചെറിയ വഴി കൂടെയൊക്കെ ഞാനൊക്കെ ആ വഴി കൂടെ ഒന്ന് വണ്ടി പോയിട്ട് നടക്കാൻ പോലും നമുക്ക് അത്ര ചെയ്ത്, കാരണം രണ്ടുപേരും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. ആ വഴി കൂടെ ആൾക്കാർ ഈ പറയുന്ന വണ്ടിയും കൊണ്ടൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് ഹൈ ഡെസിബിൾ സൗണ്ടാണ്, നമ്മുടെ ഇവിടുത്തെ ഹോണൊന്നുമല്ല, പുറയിൽ നിന്നൊരു 10 പേര് ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ചിത്ര പിന്നെ നമുക്ക് ചെവി വേദന എടുക്കും. അതേ രീതിയിലാണ് അവിടെ ആൾക്കാർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന രീതിയിൽ ചെറിയ ചെറിയ കടകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, ബാക്കി എല്ലാ നോർത്ത് ഇന്ത്യയിലെയും പോലെ അവിടെ നമുക്കൊരു മോശം തോന്നുന്നില്ല, എന്നാൽ ഒരു ഭയങ്കര വൃത്തിയില്ലായ്മ തോന്നുന്നില്ല. എന്തോ ഒരു സംതിങ് സ്പെഷ്യൽ ഒരു രീതിയാണ്, ഒരു അനുഭൂതിയാണ് ശരിക്കും കാശിയെ സംബന്ധിച്ചുള്ളത്. ഞാൻ 2 ദിവസത്തേക്ക് പോയിട്ട് ഞാൻ 5 ദിവസമാണ് ശരിക്കും കാശിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്തിൽ 5 ദിവസവും മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ തിരിച്ച് ഈ ഘട്ടിൽ നിന്ന് എൻ്റെ സ്റ്റേക്കേഷനിലേക്ക് പോകുന്നതും അതും ഇതേപോലൊരു ഇതെല്ലാം ഒരു തെരുവ് മാതിരിയുള്ള ഇതിൻ്റെ അകത്താണ് ഈ സ്റ്റേക്കേഷനും ഉള്ളത്. ഇതിന് ചുറ്റും ഈ പറയുന്ന ഞാറ റോഡുകളാണ്. ഇപ്പോൾ 1 കിലോമീറ്ററേ ഉള്ളൂ ശരിക്കും എങ്കിൽ പോലും ഞാൻ അവിടേക്ക് മാപ്പിട്ട് നടന്നെത്താൻ എനിക്ക് 1 മണിക്കൂറെങ്കിലും എടുക്കും. കാരണം ഞാൻ മാപ്പിട്ട് വന്നിട്ട് ഈ വഴി കൂടെ പോകുമ്പോഴായിരിക്കും അല്ല അതല്ല വഴി, ഇതാണ് വഴി എന്നുള്ളത് കാണിച്ച് ഞാൻ ഇങ്ങനെ എൻ്റെ സ്റ്റേക്കേഷന് ചുറ്റും കിടന്ന് കറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കറങ്ങിയാണ് ആദ്യത്തെ ദിവസം ഞാൻ ചെല്ലുന്നത്. 2ാമത്തെ ദിവസം ഞാൻ ചെല്ലുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഘട്ടിൻ്റെ അകത്ത് വെച്ചിട്ട് ഫോൺ ഓഫായി പോയി, സ്വിച്ച് ഓഫ് ആയി പോയിട്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 6 മണി ആ ഒരു ടൈം കഴിഞ്ഞിട്ടാണ് ഓഫായി പോകുന്നത്. ഈ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്ന ആൾക്കാരെന്ന് പറയുന്നത്, ഗംഗാരതി സമയത്ത് നമ്മൾ അവിടെ പോയാൽ ആരെയും കാണാൻ പറ്റില്ല. അവിടുത്തെ ലോക്കൽസ് മാത്രമേ ആ ഘട്ടുകളുടെ അകത്തൊക്കെ ഉണ്ടാവത്തുള്ളൂ. ബാക്കി എല്ലാവരും ഈ ആരതി നടക്കുന്ന സ്ഥലത്തും അതേപോലെ മാർക്കറ്റ് ഏരിയയിലും ആയിരിക്കും. ഇവിടെ പോയിട്ട് നമ്മൾ ആരോട് എന്ത് ചോദിക്കാനാ? എൻ്റെ സ്റ്റേക്കേഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന 100 മീറ്റർ ആണെങ്കിൽ പോലും നമ്മൾ കിടന്ന് വട്ടം ചുറ്റി പോകും. ആ സ്ഥലത്ത് എൻ്റെ ഫോൺ ഓഫായി. ഓക്കെ, എനിക്ക് എന്നിട്ട് ടെൻഷനൊന്നുമില്ല. ഞാൻ നടന്നിട്ട് ഇതുവഴി ഒരു വഴിയുണ്ട്, ഇതുവഴി ഒരു 3-4 വഴി കാണുന്നുണ്ട്. ഏത് വഴി പോയാലായിരിക്കും എത്തുന്നത്? എന്നെ 100 മീറ്റർ അപ്പുറത്താണ് ഈ സാധനമെന്ന് എനിക്കറിയാം, പക്ഷെ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പോയത് വേറെ ഏതോ വഴിക്ക് ചെന്നിട്ടാണ് എൻ്റെ സ്റ്റേക്കേഷനിലേക്ക് എത്തിയത്. ഇപ്രാവശ്യം വേറെ ഏതോ വഴിയാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. ഞാനൊരു വഴി അങ്ങ് പോയിട്ട് ഞാൻ നേരെ ചെന്നത് മെയിൻ റോഡിലോട്ടാ. മെയിൻ റോഡിൽ ചെന്നിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇനി ഇതുവഴിയാണ് പോകേണ്ടത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്കങ്ങനെ സ്റ്റക്കായിട്ട് തോന്നിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ആ സ്ഥലത്ത് പോകുന്നത്. എനിക്ക് അവിടെ വേറെ ആരെയും പരിചയമില്ല, അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്കത് മനസ്സിലാവില്ല. അവർക്ക് ഈ കച്ചവടക്കാരുണ്ട്, അവർക്ക് ഈ പ്രൈസ് അങ്ങനെ കുറച്ച് ചെറിയ വാക്കുകൾ അങ്ങനെ ബാർഗെയിൻ ചെയ്യാനുള്ള അത് മാത്രമേ അവർ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി മുഴുവൻ അവരുടെ മാർവാടിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണ് ഈ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷെ പൊതുവെ മേ ബി വേറെ ഏതെങ്കിലും സ്ഥലത്തായിരുന്നെങ്കിൽ ഞാനും പിടിച്ചു പോയേനെ, കാരണം ഫോൺ ഓഫായി പോയി. സേഫ് ഫീല് തോന്നി. അതെ, എന്താണെന്ന് അറിയില്ല, ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു. പിന്നെ അതേപോലെ ഗംഗാരതി സമയത്ത് ഞാൻ അങ്ങനെ ഓവർ വിശ്വാസിയൊന്നുമല്ല. ഇത് ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും ഭയങ്കര തീവ്രമായി വിശ്വസിക്കുന്ന അങ്ങനെ ഒരാളൊന്നുമല്ല. ഞാനെല്ലാ ഈ പറയുന്ന അനുഷ്ഠാനങ്ങൾ എല്ലാ അമ്പലങ്ങളിലും പോകുന്ന അങ്ങനത്തെ ഒരാളൊന്നുമല്ല. ഇതൊരു വിശ്വാസത്തിൻ്റെ ബന്ധപ്പെട്ടതൊന്നുമല്ല, ഇതൊരു ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഈ പറയുന്ന നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ പ്രായമാവുമ്പോൾ കാശിയിലേക്ക് എത്തുന്ന ആൾക്കാർ, ഞാൻ പലരുടെയും മുഖത്തോടെ കണ്ടത് ഒരു നിർവികാരത അവസ്ഥയാണ്. ഒന്നും ഇനി നേടാനില്ല, അല്ലെങ്കിൽ ഓടിപ്പിടിച്ചൊന്നും പോയി സമ്പാദിക്കാനില്ല. ജീവിതം വളരെ സ്ലോ ആയിട്ടാണ് അവർ പോകുന്നത്. ഒരു അമ്മമ്മയെ ഞാൻ കണ്ടു, ഈ കാലഭൈരവ ടെമ്പിളിനകത്തിലേക്ക് പോകുന്നത്, ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാ ചിരി എന്ന് പറയുന്നത് അത് അങ്ങനെയാണ് മുഖം ഇരിക്കുന്നത്. ആ ചിരി മാറുന്നേ ഇല്ല. ഞാൻ ഈ ക്യൂ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ആ ക്യൂ വന്നതെങ്കിൽ ഇതുവഴി പോകുന്ന ആൾക്കാർ ഞാൻ തിരിച്ച ക്യൂ അവരുടെ മുമ്പിൽ എത്തുന്നവരെ അവരങ്ങനെ ഇരിക്കുക. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു.
അവരുടെയൊക്കെ ഒരു നിർവികാര അവസ്ഥയുണ്ട്. പിന്നെ ഈ മണികർണിക കെട്ട്, അവിടെ ഈ ശവം കത്തുന്നതിൻ്റെ അടുത്ത് ചില ആൾക്കാരുണ്ടാവും ഇത് പൂർണ്ണമായിട്ട് കത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആൾക്കാർ. ഇവര് സാധാരണ ഇപ്പം നമ്മളെ സംബന്ധിച്ച് എനിക്കൊക്കെ ആണെങ്കിൽ ഈ മരണ വീട്ടുകളിലേക്കൊക്കെ പോകുന്നത് ഭയങ്കര ഒരു നെഗറ്റീവ് ഒരു ഫീലാണ്. അത്ര അടുത്ത ആൾക്കാരാണെങ്കിൽ മാത്രമേ ഞാൻ ആകെ 1-2 മരണങ്ങൾക്കൊക്കെ പോയിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനെ പോകുന്നത് ഭയങ്കര ഒരു വിഷയമുള്ളൊരു അതാണ്. അപ്പം ഞാനിവരെ കാണുന്ന സമയത്ത് ഇവരുടെ ചുറ്റും ഞാൻ നോക്കുമ്പോൾ തന്നെ ഒരു 6 എണ്ണം കത്തിക്കൊണ്ടിരിക്കുക. 6 എണ്ണം പുള്ളി മാറി മാറി ഈ പറയുന്ന വിറക് മാറ്റി. നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ശവശരീരം കത്തുന്ന സമയത്ത് പെട്ടെന്ന് കാലും കൈയൊക്കെ ഉയർന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ അങ്ങനെ? ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് നമുക്ക് പൊതുവെ തുടക്കം കാണുമ്പോൾ അയ്യോ ഇത് ശവം കത്തുന്നു, ഇതിങ്ങനെ പൊങ്ങുന്നു, ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും. പുള്ളി സാധാരണ നമ്മൾ ഈ അടുപ്പിലൊക്കെ തീയൊക്കെ മാറ്റി വെക്കുന്ന പോലെ തന്നെ ഒരു ശവത്തെ ഇങ്ങനെ ആക്കി വെച്ച് പുള്ളി ഇങ്ങനെ നോക്കിയിരിക്കുക, എല്ലാം കത്തി തീരുന്നവരെ. അവിടെ ഗട്ടികളിൽ നിറയെ ഇങ്ങനെ വിറക് കൂട്ടി വെച്ചിരിക്കുക. ഓക്കെ, അത് കാണുമ്പോൾ നമുക്ക് ഓക്കെ ഇതൊക്കെ അടുത്തത് നമുക്ക് വേണ്ടിയിട്ടുള്ളതും കൂടെ ആണ്. കാരണം കഴിഞ്ഞു, കത്തി ചാരമായി. അവിടെ ആ ഒരു നിർവകാര അവസ്ഥയാണ്, ഇനിയൊന്നുമില്ല. കാരണം അതാണ് ആ ഒരു മരണത്തിൻ്റെ ആ ഒരു അവസാന രൂപം എന്ന് പറയുന്നത്. പലരും ഈ മരണത്തെ പറ്റിയിട്ടൊക്കെ, എനിക്ക് മരണഭയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണം എന്താണെന്ന് അറിയാത്തതിൻ്റെ ഒരു ഇതുണ്ട്. ഇപ്പം മരിച്ച ആൾക്കാരോട് തിരിച്ചു വന്നിട്ട് നമ്മൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുമുണ്ട് എന്തായിരിക്കും ആ മരിക്കുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് ബ്രീത്ത് പോകുന്ന ഒരവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ അതിന് ശേഷം എന്തായിരിക്കും, ഞാൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്. ഈ ആസ്ട്രോളജേഴ്സ് ഒക്കെ പറയുന്നില്ലേ പല തലങ്ങളിലേക്കൊക്കെ പോകും. ശരിക്കും അങ്ങനെ പോവും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. പക്ഷേ ഇതിനൊക്കെ ഉത്തരം എനിക്ക് കാശി ചെന്നപ്പോൾ കിട്ടി. കാരണം ഇത് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു ഫാക്ടർ ഇല്ല. നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ലോകമുണ്ടോ? നമ്മൾ ആ ജീവിക്കുന്ന ഒരു മൊമെൻറ്റ് വരെ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ഈ ഓടിപ്പിടിച്ച് നടക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അത്രയും അങ്ങനെ സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അഘോരിമാരെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ മുഖത്തും ഈ ഒരു ഫീലാണ്. ഒന്നെങ്കിൽ ചില ആൾക്കാരെ നോക്കുമ്പോൾ ചിലർ ഭയങ്കര ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ചിലരെ നോക്കുന്ന സമയത്ത് ചിലർ നമ്മളിങ്ങനെ വെറുതെ നോക്കിയിരിക്കും. നമ്മൾ ചിരിക്കണോ അതോ ഇവർ സന്യാസിവര്യന്മാരാണ് തൊഴണോ? ഇവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇവരെ വേണമെങ്കിൽ ചിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിലർ സംസാരിക്കും നമ്മളോട്, ചിലർ സംസാരിക്കത്തുമില്ല, ചിലരെങ്ങനെ വെറുതെ നോക്കിയിരിക്കുന്നതൊക്കെ കാണാം. ഈ പലരും കണ്ടിട്ടുള്ളൊരു സിനിമയായിരിക്കും ആര്യയുടെ ഒരു സിനിമയുണ്ടല്ലോ, അഘോരി വേഷത്തിലുള്ള. ശരിക്കും അതിൻ്റെ ഒരു പുള്ളി എങ്ങനെയാണോ എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു വെർഷൻ തന്നെയാണ്. അയാളുടെ മുഖത്തൊരു വികാരമില്ലാത്തൊരവസ്ഥയില്ലേ. കാരണം ചിത്രം അവിടെ പോയി കരഞ്ഞു കഴിഞ്ഞാലും അയാൾക്കൊന്നും തോന്നാനില്ല, ചിത്രം ചിരിച്ച് സംസാരിച്ചു കഴിഞ്ഞാലും അയാൾക്കൊന്നും തോന്നാനില്ല. ആ ഒരു അവസ്ഥ. കാരണം അവർ ലൈഫിൽ അത്തരം വികാരങ്ങളെയൊക്കെ അതിജീവിച്ചു കഴിഞ്ഞു. അവർക്ക് വിഷമങ്ങളില്ല, സന്തോഷങ്ങളില്ല, മറ്റ് പ്രയാസങ്ങളില്ല. അവർ പ്രത്യേകിച്ച് ഒന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഈ പറയുന്ന നമ്മളെപ്പോലെ ഡയറ്റുകളെടുത്ത് ആഹാരം, എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടില്ല, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചില്ലെങ്കിൽ വലിയ പ്രഷർ വേരിയേഷനൊക്കെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. കാശിയിൽ പോയിട്ട് ഞാൻ ഒരു നേരമാണ് ഫുഡ് കഴിച്ചിട്ട് ഈ പറയുന്ന 5-6 കിലോമീറ്റർ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ടും നമുക്ക് ആ ഒരു ക്ഷീണം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഒരു അവസ്ഥയെ നമ്മളത് മറികടന്നത് കൊണ്ടാണ്. നമുക്ക് അപ്പം മൈൻഡിൽ എനിക്കപ്പോൾ ഗംഗാരതി കാണണം, എനിക്ക് ആ ഫീൽ എന്താണെന്ന് അറിയണം. ഞാൻ ഇങ്ങനെ ഇരുന്ന് തുടക്ക സമയത്ത് ആരതി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചു, പക്ഷേ എത്ര ബോട്ടുകളാണ് ഈ ഗംഗയിലുള്ളത്, എത്ര പൊല്യൂഷൻ ആയിരിക്കും. എൻ്റെ മൈൻഡിൽ അപ്പോഴും അതാണ്. എന്നിട്ട് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബോട്ടിലാണ് ഇരിക്കുന്നത്. ഞാൻ ബോട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിത് ചിന്തിക്കുന്നത്, ഇത്രയും പൊല്യൂഷൻ ആയിരിക്കും. എന്നിട്ട് പലരും ഈ ഗംഗയിലേക്ക് ഈ തേങ്ങയും ഈ കുമ്പളങ്ങയും ഇതൊക്കെ എറിയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ദൃഷ്ടിദോഷമൊക്കെ പോകാനായിട്ടും പിന്നെ ഒരുപാട് പണങ്ങൾ എറിയുന്നുണ്ടായിരുന്നു ഗംഗയിലേക്ക്. ഞാനിതൊക്കെ എറിയുന്ന സമയത്ത് ഇവരെന്തിനാ ഇതൊക്കെ എറിയുന്നത്, ഇതിനകത്ത് കിടന്ന് പൊല്യൂട്ടായി പോവുമല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ ആരതി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു വേൾഡിലായി പോകും. ഇടയ്ക്ക് പലപ്പോഴും കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത്രയ്ക്കിൽ അങ്ങനെ ഈ പറയുന്ന തീവ്ര വിശ്വാസിയല്ല. പക്ഷെ എന്നിട്ട് പോലും ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ നമ്മളും അതിൽ ഒരു പാർട്ടായി പോകും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഫീലൊന്നും നമുക്കില്ല. അതിനകത്തിൽ എല്ലാവരും നമ്മളോട് ഒപ്പം ഉള്ളൊരു ആൾക്കാരാണ്, എല്ലാവരും ഒന്നായി മാറുന്നൊരു രീതി അത് തന്നെയാണ്. ഞാൻ ഈ ഫസ്റ്റ് ഡേ ഞാനിങ്ങനെ പോയിട്ട് എൻ്റെ സ്റ്റേക്കേഷനിലുള്ളതുകൊണ്ട് വാരണാസി ഭയങ്കര ഇതാണ്, നോയ്സാണ്. എന്ന് വെച്ചാൽ നമുക്കങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഭയങ്കര ഹോണ്, നമുക്ക് അങ്ങനെ ഒരു കാം പീസ്ഫുള്ളും അല്ല എന്ന് ഞാനിങ്ങനെ പറഞ്ഞു.
അപ്പോൾ പറഞ്ഞു അത് നമ്മൾ കാശി ശരിക്കും അറിയാഞ്ഞിട്ടാ. നിങ്ങൾ ആ ഗെട്ടുകളിലേക്ക് ഒന്ന് പോയി നോക്കൂ, ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഗെട്ടുകളിലൊന്ന് ഇരുന്ന് നോക്കൂ, അപ്പോൾ അറിയാം കാശിയുടെ നിശബ്ദത എന്താണെന്നുള്ളത്. ശരിക്കും നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് മുൻവിധിയോടെ പോവാതിരിക്കുക. കാശിയിലേക്ക് പോകാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ കാശിയിൽ പോയിട്ട് എൻ്റെ മുൻപ് ചിലർ ഈ പറയുന്ന കാശിയുടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നവരുണ്ട്, കാശി സ്ഥലങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നവരുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കും ആ മുൻവിധികളൊന്നും ഇല്ലാതെ വെറുതെ കാശിയിലേക്ക് പോയി നോക്കുക. അപ്പോൾ വളരെ നിങ്ങൾക്ക് തന്നെ മറ്റൊരു തലങ്ങളിലേക്ക് അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് നമ്മളായിട്ട് ഇപ്പോൾ പോവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും സാധിക്കും. അതിന് കഷ്ടപ്പെടണമെന്നില്ല എന്നാണ് എൻ്റെ ഒരു രീതി വെച്ചിട്ട്. ഞാൻ അവിടെ കണ്ട ആൾക്കാരെല്ലാവരും അങ്ങനെ തന്നെയാണ്. 60 വയസ്സിൽ വന്ന ആൾക്കാരുണ്ട്, 70 വയസ്സിൽ എന്നോടൊപ്പം സ്റ്റേ ചെയ്ത ആൾക്കാരുണ്ട്, 15 വയസ്സുള്ള കുട്ടി വരെ ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു ഏജ് വേരിയേഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് ഒന്നുമില്ല, ഏതെങ്കിലും ഒരു സമയത്ത് കാശിയിലേക്ക് നിങ്ങൾ എത്തിക്കും. അങ്ങനെ ഒരു രീതിയാണ് അതിനുള്ളത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ പോയി നോക്കുക, അല്ലെങ്കിൽ അത് യാത്ര ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഈ സിനിമകളൊക്കെ കണ്ടിട്ട് ഞാൻ പോകുന്നത് അഘോരിമാരെ കാണാനാണ്, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഡെസ്പായി പോവും. നിങ്ങൾ അങ്ങനെയൊന്നും അല്ലാതെ തന്നെ ട്രാവൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ കാശി എന്ന് പറയുന്നത് നമുക്ക് ജീവിതം മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെ വളരെ ബെറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്.